നോക്കൂ, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഒരു BJP എന്ന പാർട്ടിയുടെ നേതാവ് മാത്രമല്ല. എന്ന് മാത്രവുമല്ല, നരേന്ദ്രമോദി ഇന്ന് സംസാരിച്ചത് BJPയുടെ പൊതുസമ്മേളനത്തിലല്ല, ഇന്ത്യൻ പാർലമെൻറ്റിലാണ്. ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ 1.25 മണിക്കൂറെടുത്ത് ഈ രാജ്യത്തെ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ തൻ്റെ പ്രസംഗത്തിലൂടെ പാർലമെൻറ്റിൽ ഉന്നയിക്കുകയാണ് ചെയ്തത്. ഇന്നലെ ആ പ്രസംഗത്തെക്കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞത് എന്താണ്? ആ പ്രസംഗം, നരേന്ദ്രമോദിയുടെ പ്രസംഗം കേട്ടിട്ടില്ലാത്ത പ്രേക്ഷകരുടെ അറിവിലേക്ക് ഞാൻ പറയാം. സ്കൂളിൽ നിന്നൊരു കുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ആ കുട്ടി പറയുന്നത് എന്നെ അധ്യാപകൻ ശിക്ഷിച്ചു എന്നാണ്. എന്നാൽ ആ കുട്ടി മറച്ചു വയ്ക്കുന്നത് എന്താണ്? തൊട്ടടുത്തിരുന്ന കുട്ടിയുടെ ഉടുപ്പ് കീറിക്കളഞ്ഞു, മറ്റൊരു കുട്ടിയുടെ ടിഫിൻ ബോക്സ് മോഷ്ടിച്ചു, വേറൊരു അധ്യാപകനെ കള്ളനെന്ന് വിളിച്ചു. അതിനാണ് ഈ കുട്ടി ശിക്ഷിക്കപ്പെട്ടത്. എന്നിട്ട് വീട്ടിൽ വന്ന് കരയുകയാണ്, എന്നെ അധ്യാപകൻ അടിച്ചു. ഇങ്ങനെയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ പ്രസംഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനസ്സിലാക്കിയിരിക്കുന്നത്. അഥവാ നരേന്ദ്രമോദിക്ക് ആ പ്രസംഗത്തോടുള്ള സമീപനമാണ് ഈ കഥയിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്, രാഹുൽ ഗാന്ധി ഉയർത്തിയത്? ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന നീറ്റ് പ്രശ്നം, രാജ്യത്ത് കോടിക്കണക്കിന് യുവാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മയുടെ പ്രശ്നം, ലക്ഷക്കണക്കായ കർഷകർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിലപ്രതിസന്ധി, മണിപ്പൂരിൽ ഒരു സംസ്ഥാനം നിന്ന് കത്തിയ സംഭവം, ഇങ്ങനെ രാജ്യം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ തനിക്ക് കിട്ടിയ അവസരത്തിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഫോറത്തിൽ ഉത്തരവാദിത്തത്തോടുകൂടി ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആളാണ് നരേന്ദ്രമോദി. അതിന് പകരം നരേന്ദ്രമോദി അവിടെ പരിഹാസം കലർന്ന ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തിയത്. ആ രാഷ്ട്രീയ പ്രസംഗം തന്നെ അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായ ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെയ്തത് ദക്ഷിണേന്ത്യയിൽ പോയി ഉത്തരേന്ത്യയെക്കുറിച്ച് കുറ്റം പറയും, കിഴക്കേ ഇന്ത്യയിൽ പോയി പടിഞ്ഞാറേ ഇന്ത്യയെക്കുറിച്ച് കുറ്റം പറയും. ഒരു പ്രധാനമന്ത്രി ഇന്ന് പാർലമെൻറ്റ് പോലും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഭയിൽ നിന്നുകൊണ്ട് പറഞ്ഞ കാര്യമാണിത്. നോക്കൂ, ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഉത്തരേന്ത്യ മോശമാണെന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ദക്ഷിണേന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ കിഴക്കേ ഇന്ത്യയിൽ പോയി നിന്നിട്ട് പടിഞ്ഞാറേ ഇന്ത്യക്കാർ മുഴുവൻ മോശമാണെന്ന് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇന്ന് നമുക്കറിയാമല്ലോ, സമൂഹ മാധ്യമങ്ങളുടെ വ്യാപനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലും ലോകത്തുമാണ് നമ്മൾ താമസിക്കുന്നത്, ജീവിക്കുന്നത്. കേരളത്തിൽ വന്നു നിന്ന് ഉത്തരേന്ത്യയെക്കുറിച്ചൊരു മോശപ്പെട്ട കാര്യം പറഞ്ഞാൽ ആ ഒരു നിമിഷം വേണ്ടെന്നേ അത് കാശ്മീരിലെത്താനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. മറ്റൊരു കാര്യം എന്താണ്? ഈ പറയുന്ന ആരക്ഷൺ എന്ന് പറഞ്ഞാൽ എന്താ? റിസർവേഷൻ. ഈ രാജ്യത്ത് സംവരണം നടപ്പാക്കരുത് എന്ന് ആഗ്രഹിക്കുകയും സംവരണത്തിനെതിരായി നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. എന്തെങ്കിലും ചരിത്ര വസ്തുത അതിൻ്റെ പിന്നിലുണ്ടോ? ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നത് ജവഹർലാൽ നെഹ്റു ആണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സർക്കാരാണ് ഈ പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയതെന്ന് നമുക്കറിയാം. അത് 10 വർഷത്തേക്കായിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആകെ 16 വർഷമാണ് ഇന്ത്യയിൽ BJP ഭരിച്ചിട്ടുള്ളത്. 1998 മുതൽ 2004 വരെയുള്ള 6 വർഷങ്ങൾ, പിന്നെ നരേന്ദ്രമോദിയുടെ 10 വർഷങ്ങൾ, 16 വർഷമേ ഇന്ത്യ ഭരിച്ചിട്ടുള്ളൂ. ബാക്കി ഈ പറയുന്ന 77 വർഷമായി ഈ രാജ്യം സ്വാതന്ത്ര്യത്തിലായിട്ട് ആ ബാക്കി 77 വർഷവും വിവിധ പാർട്ടികൾ, അതിൽ തന്നെ 6-7 വർഷമേ കോൺഗ്രസ് പുറത്തു നിന്നിട്ടുള്ള അധികാരത്തിൽ. ഈ പാർട്ടികളെല്ലാം അധികാരത്തിൽ നിന്നുകൊണ്ട് ഓരോ 10 വർഷം കൂടുമ്പോഴും ഈ സംവരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ രാജ്യത്ത് സംവരണം പാവപ്പെട്ടവർക്ക്, പിന്നാക്കക്കാർക്ക്, പാവപ്പെട്ടവർ ഞാൻ ഉദ്ദേശിച്ചത് സാമുദായികമായി ദളിത് വിഭാഗങ്ങൾക്ക്, പിന്നാക്കക്കാർക്ക് സംവരണം ഉറപ്പാക്കിയതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും കോൺഗ്രസിനുമാണ്. എന്നാൽ സംവരണത്തെ സംബന്ധിച്ച് BJPയുടെ നിലപാട് എന്താണ്? സംവരണത്തെ സംബന്ധിച്ച് RSSൻ്റെ നിലപാടാണല്ലോ BJPയുടെ നിലപാട്. BJPയുടെയും RSSൻ്റെയും നിലപാടെന്ന് പറയുന്നത് സാമുദായിക സംവരണമല്ല, സാമ്പത്തിക സംവരണമാണ് ആവശ്യമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരാണ് സംവരണത്തിനെതിരെ എന്ന് മാത്രവുമല്ല, നരേന്ദ്രമോദി പറയുന്നുണ്ടായിരുന്നു, ഈ 77 അധികാരത്തിൽ വന്ന മൊറാർജി ദേശായി ഗവൺമെൻറ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി. ആ റിപ്പോർട്ട് പിന്നീട് ഇന്ദിരാഗാന്ധി പൂഴ്ത്തിവെച്ചു. ശരിയാണ്, അവിടെ വലിയൊരു വീഴ്ചയാണ് കോൺഗ്രസിന് സംഭവിച്ചിട്ടുള്ളത്. ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ, അത് നടപ്പാക്കുന്നതിനെതിരെ സമരമുഖത്തുണ്ടായിരുന്ന പാർട്ടി ഏതാണെന്നറിയാവോ? BJP ആണ്. രാജീവ് ഗോസ്വാമി എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി എന്ന ആത്മാഹൂതിക്ക് ശ്രമിച്ചു. 2004 അയാൾ മരിച്ചത്. അപ്പോൾ ആ രീതിയിൽ 10% ഈ സാമ്പത്തിക സംവരണം നടപ്പാക്കിയ സർക്കാർ ആരുടേതാണ്? ഈ സാമുദായിക സംവരണത്തിന് ബദലായി സാമ്പത്തിക സംവരണം രാജ്യത്ത് നടപ്പാക്കിയതാരാണ്? BJP ആണ്. ഇങ്ങനെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുക. അതുപോലെ തന്നെ ഈ രാജ്യത്ത് സാമ്പത്തികമായ അരാജകത്വമായിരുന്നു നിലനിന്നിരുന്നതെന്നും ഇപ്പോഴാണ് സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് രാജ്യം വന്നതെന്നും അത് BJPയുടെ നേട്ടമാണ് എന്നും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ലോകത്തിൽ ഏറ്റവും മികച്ച ബാങ്കിങ് സംവിധാനം ഉണ്ടായ രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യയാണെന്നും ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയിലെ ബാങ്കിങ് സംവിധാനത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞു നരേന്ദ്രമോദി. അപ്പോൾ ഒരു കണക്കുണ്ട്, കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ്
ഈ രാജ്യത്ത് ഏറ്റവും വലിയ ബാങ്ക് ഫ്രോഡ് സംഭവിച്ചത്, ഇത് നമ്മുടെ കണക്കല്ല കേട്ടോ, ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കാണ്. 5,35,000 കോടി രൂപയുടെ ബാങ്ക് ഫ്രോഡാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ കണ്ടത്. 2020-21 ഈ തൊട്ടടുത്ത വർഷം, ആ ഒറ്റ വർഷം സംഭവിച്ചത് എത്രയാണെന്നറിയാം? 1,38,00,000 രൂപയുടെ ബാങ്ക് ക്രമക്കേടാണ് നടന്നത്. നമ്മുടെ പ്രതിരോധ ബജറ്റ് എത്രയാണെന്നറിയാവോ? 2 ലക്ഷം കോടിയാണ്. ആ സമയത്താണ് ഈ 5,35,000 കോടി രൂപയുടെ ബാങ്ക് ഫ്രോഡ് 10 വർഷം കൊണ്ട് ഈ രാജ്യത്ത് നടന്നത്. അത് ചരിത്രമാണ്, അത് റെക്കോർഡാണ്. ആ സമയത്താണ് നരേന്ദ്രമോദി പറയുന്നത് ഇന്ത്യൻ ബാങ്കിങ് വ്യവസ്ഥയെ നമ്മൾ അങ്ങ് ഉയർത്തിയെടുത്ത് കളഞ്ഞു എന്നുള്ളത്. ഇനി മാത്രമല്ല, ഈ പ്രസംഗത്തിൽ അദ്ദേഹം നേട്ടമായിട്ട് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ എല്ലാവർക്കും ഗ്യാസ് കൊടുത്തു എന്നാണ്. മാത്രമല്ല, ഞങ്ങൾ ദരിദ്രരുടെ നിരക്ക് കുറച്ചു കൊണ്ടുവന്നു എന്നാണ്. 10 വർഷം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് നട്ടലോടെ പറയാൻ കഴിയണ്ടേ ഞങ്ങൾ പാസാക്കിയ ഈ നിയമം നിങ്ങളെ ശാക്തീകരിച്ചു എന്ന്? ഞാനൊരു ഉദാഹരണം പറയാം. UPA 1ാം സർക്കാരാണ് രാജ്യത്ത് തൊഴിലുറപ്പ് നിയമം കൊണ്ടുവന്നത്. ചരിത്രമല്ലേ അത്? തൊഴിലുറപ്പ് നിയമം എന്ന് പറയുന്നത്, ഇന്ന് ഈ രാജ്യത്ത് ഒരാൾക്ക് തൊഴിലില്ലാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കോടതിയെ പോകാം, കാരണം വെച്ചാൽ നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്, മൗലിക അവകാശമാണ്. അത് ഇന്ത്യൻ ഗ്രാമങ്ങളെ മാറ്റിമറിച്ചത്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ചത്. അത്തരത്തിൽ വിപ്ലവകരമായ നിയമങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഗ്യാസ് കൊടുത്തു, ദരിദ്രരെ താഴ്ത്തിക്കൊണ്ടുവന്നു. ദരിദ്രരെ എങ്ങനെ താഴ്ത്തിക്കൊണ്ടുവന്നു അറിയാവോ? 2ാം UPA സർക്കാർ വേറൊരു നിയമം പാസ്സാക്കുന്നുണ്ട്, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഭക്ഷ്യ സുരക്ഷാ നിയമം. അതായത് നിങ്ങൾക്ക് ഈ രാജ്യത്ത് പട്ടിണി കിടക്കാൻ കഴിയില്ല, അപ്പോൾ നിങ്ങൾക്ക് കോടതി പോകാം. ഞാൻ പട്ടിണി കിടക്കുന്നു, ഇതിൻ്റെ ഉത്തരവാദി സർക്കാരാണെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാം. കാരണം ഈ രാജ്യത്ത് മൗലികാവകാശമാണ് ഈ ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പാക്കിയതിൻ്റെ ഒരു അതൊക്കെയാണ് ഒരു പ്രധാനമന്ത്രി ഇന്നുകൊണ്ട് പറയേണ്ടത്. അല്ലാതെ ഞങ്ങൾ ഗ്യാസ് കൊടുത്തു, അല്ലെങ്കിൽ ഞങ്ങൾ ദരിദ്രരുടെ എണ്ണം കുറച്ചുകൊണ്ട് കൊടുത്തു, ഞങ്ങൾ റേഷൻ കടയിൽ അരി ഉറപ്പാക്കി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ വലിയ ആരോപണങ്ങളെ നരേന്ദ്രമോദി നേരിടാൻ ശ്രമിച്ചത്. അങ്ങേയറ്റം പത്തറ്റിക്കായിരുന്നു ഇന്നത്തെ നരേന്ദ്രമോദിയുടെ പെർഫോമൻസ്. ഇനി വേറൊരു കാര്യമുണ്ടല്ലോ, ബാലക് ബുദ്ധി. ഇന്ന് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ബാലക് ബുദ്ധി. ആരെയാണ് വിളിച്ചത്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെയാണ് പിള്ള ബുദ്ധി എന്ന് വിളിച്ചത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ 4 മാസം 5 മാസം ഈ രാജ്യത്തുടനീളം യാത്ര ചെയ്ത് ജനങ്ങളെ കേൾക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളെ ബോധ്യപ്പെടുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് സ്വന്തം പാർട്ടിയെയും ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയെയും വലിയ മുന്നേറ്റത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിലൂടെ നയിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് കയറി വന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. ഇന്ന് ഈ പ്രതിപക്ഷം എന്ന് പറയുന്നൊരു ചെറിയ പ്രതിപക്ഷമല്ലെന്ന് മാത്രമല്ല, 400 സീറ്റിന് മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞ BJPയെ കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് രാഹുൽ ഗാന്ധി വഹിച്ചൊരു റോൾ വലിയ റോളാണ്. അദ്ദേഹത്തിന് ഇനി പപ്പു എന്ന് വിളിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്താണ്, നിങ്ങളുടെ ഏതൊരു ചെറിയ ബുദ്ധിയാണ്, കുഞ്ഞു ബുദ്ധിയാണ് എന്ന് പറയുകയാണ്. ഈ കുഞ്ഞു ബുദ്ധിയായിട്ടുള്ള ആൾ ഇന്നലെ 1.25 മണിക്കൂർ ഇന്ത്യൻ പാർലമെന്റിൽ സംസാരിച്ചത് മുഴുവൻ ഈ രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അതിന് മറുപടി പറയുന്നതിന് പകരം കുഞ്ഞു ബുദ്ധി എന്ന് പറയുമ്പോൾ നോക്കൂ, ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ആശയപരമായ പരിമിതികൾ ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് വ്യക്തമായ വാദമുഖങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളുടെ എതിരാളിയെ വ്യക്തിപരമായി ആക്രമിക്കും. ഇപ്പോൾ അരുൺ ഒരു വാദമുഖം പറയുന്നു, എനിക്ക് അരുണിനെ തടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ അരുണിനെ വ്യക്തിപരമായി അങ്ങ് ചെലുവാരി എറിഞ്ഞാൽ മതിയല്ലോ. ഈ ഒരു കാര്യമാണ് ഇന്ന് നരേന്ദ്രമോദി ചെയ്തത്. ഒരാൾ ഏറ്റവും ദുർബലപ്പെടുന്നതിൻ്റെ സൂചനയാണ് അയാൾ മറ്റൊരാളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത്. ഇതൊന്നും നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദിയിൽ കണ്ടിട്ടില്ല. നരേന്ദ്രമോദി പതറിയതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്നിപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്ന് പറയുന്നത് ഒരു കവല പ്രസംഗമായി ചുരുങ്ങിപ്പോയി. ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഉത്തരവാദിത്വത്തോടുകൂടി പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അത് അതിനേക്കാൾ വലിയ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അയാളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാത്രം നേതാവല്ല, ഇന്ത്യയുടെ മൊത്തം നേതാവാണ്. ആ നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ട് പ്രതിപക്ഷത്തെ ബഹുമാനിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പ്രതിപക്ഷം പറയുന്നത് കേട്ടുകൊണ്ട് അതിന് മറുപടി പറയുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത് ജനങ്ങളോടാണ്, രാജ്യത്തോടാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതൊന്നും സംഭവിക്കാതെ പരിഹാസം തുടരുന്നൊരു രീതിയാണ് ഇന്നും നരേന്ദ്രമോദി അൺഫോർച്ചുനേറ്റ്ലി പാർലമെന്റിൽ കാണിച്ചത്. ഞാനൊരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, എന്നോടൊപ്പം ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകരാണല്ലോ നിങ്ങളെല്ലാവരും. എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരു ന്യൂസ് പെഗ് ഉണ്ടാകുമല്ലോ, നമുക്കൊരു ടൈറ്റിൽ കൊടുക്കണ്ടേ, എന്തെങ്കിലും ഒരു വാർത്ത കൊടുക്കണ്ടേ, നാളെ ഈ നാട്ടിലെ ആളുകളൊക്കെ ഈ വാർത്ത വായിക്കണ്ടേ? അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുന്നു, അങ്ങനെ നമുക്ക് പറയാൻ കഴിയണ്ടേ? അതിന് പകരം നമ്മളിപ്പോൾ വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നതും യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നതും എന്തായിട്ടുള്ള കാര്യമാണ്? പ്രതിപക്ഷ നേതാവിനെ ബാലക് ബുദ്ധി എന്ന് വിളിച്ചു എന്നുള്ളതല്ലേ ഇപ്പോഴത്തെ വാർത്ത. ഒരു പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇത്രയും ചുരുങ്ങിപ്പോകാൻ പാടുണ്ടോ? ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് തെറ്റുപറ്റാം, പോട്ടെ, പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളാണ്, നമുക്ക് അത്രയും ഗൗരവത്തോടെ എടുത്താൽ മതി. പക്ഷേ പ്രധാനമന്ത്രിയെ ഒരു രാജ്യം അത്ര വളരെ ഗൗരവത്തോടുകൂടി എടുക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ 2.25 മണിക്കൂർ ഇന്ത്യൻ പാർലമെന്റിന്റെ സമയം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനതയെ അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ ബാലക് ബുദ്ധി എന്ന് വിളിക്കാനും തെറ്റായ വസ്തുതകൾ, ചരിത്രത്തിൻ്റെ യാതൊരു പിൻബലവും ഇല്ലാത്ത വസ്തുതകൾ പറഞ്ഞ് അത് വളച്ചൊടിച്ച് തെറ്റായ ധാരണകൾ പരത്താനുമാണ് ശ്രമിച്ചത്. ദാറ്റ് ഇസ് സോ അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു. അങ്ങേ
അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു പ്രസംഗമാണ് ഇന്ന് നരേന്ദ്രമോദി നടത്തിയത്. മോദി ഒരു കാര്യത്തിനും മറുപടി പറഞ്ഞിട്ടില്ലെന്ന് മാത്രവുമല്ല, മോദി ഇനി തുടർന്നുള്ള നാളുകളിലും ഈ പ്രശ്നങ്ങളൊന്നും മറുപടി പറയാൻ തീരുമാനമുള്ള ഒരാളായിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല. Meet the editors.